ഹലോ, ഇന്ന് ട്രിപ്പ് പോയി ഫ്ലോപ്പായ ഒരു ദിവസമായിരുന്നേ. നമ്മുടെ വീഡിയോയുടെ പാതി വെച്ച് സംഭവം പറഞ്ഞു തരാമേ. അങ്ങനെ ഇന്ന് രാവിലെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴേ പണ്ട് പോയിട്ടുള്ള ഒരു സ്പോട്ട് ഉണ്ട്. അപ്പൊ അവിടേക്കൊന്ന് പോയിട്ട് വരാന്ന് വിചാരിച്ചേ. അങ്ങനെ ഞാൻ ഒരു കുപ്പി വെള്ളമൊക്കെ എടുത്ത് നമ്മളെ വണ്ടി എടുക്കാൻ വേണ്ടി പോവുകയാണ്. കുഞ്ചുവിന് ക്ലാസ് ഉള്ളതുകൊണ്ട് കുഞ്ചുവിന് എന്റെ കൂടെ വരാൻ പറ്റില്ലേ. അങ്ങനെ ഞാൻ കുഞ്ചുവിനെ ടാറ്റയൊക്കെ പറഞ്ഞ് ഞാൻ പോകും. നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ ചോദിച്ചു നമ്മളെ കാറ് പച്ചയടിക്കാൻ എന്തെങ്കിലും കാരണം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ വീഡിയോ ആണ് അതിന്റെ കാരണം. നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മളെ വീടും പച്ച, കാറും പച്ച. സ്റ്റൈല് നോക്കടി, നന്നായിട്ടുണ്ട്. മൈൻഡ് ചെയ്യുന്നില്ലല്ലോ, എന്തോ സ്മാർട്ടാ. അങ്ങനെ ആദ്യം ഞാൻ നേരെ ആനപ്പാറ പോയി നമ്മൾ അരവിന്ദിനെയും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇന്നത്തെ സ്പോട്ടിലേക്ക് ഞാനും അരവിന്ദും കൂടെയാണ് പോയത്. ലോവർ മീൻമുട്ടിയാണ് നമ്മുടെ സ്പോട്ട്. ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നന്ദിയോടുന്ന് പാലോട് പോണ റൂട്ടാണ്. നന്ദിയോടുന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഇടത്തോട്ട് റോഡ്. ശരിക്കും ആ റോഡിന്റെ പേര് ജവാൻ ജയചന്ദ്രൻ റോഡ് എന്നാണ്. അവിടെ ഒരു ബോർഡ് വെച്ച് കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ലോവർ മീൻമുട്ടി എന്ന് കാണാൻ സാധിക്കുക. അവിടെ നിന്ന് വലത്തോട്ടാണ് ബോർഡ് ഇരിക്കുന്ന. അവിടെ നിന്ന് വലത്തോട്ട് നല്ല ഓഫ് റോഡാണ്. റോഡ് ഇത്തിരി മോശം. അങ്ങനെ നമ്മൾ ലോവർ മീൻമുട്ടിയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആദ്യം പാസ് എടുക്കാൻ വേണ്ടിയാണ് പോയത്. പണ്ട് ഞാൻ ഇവിടെ വരുമ്പോൾ മുതിർന്നവർക്ക് 10 രൂപയും ചെറു കുട്ടികൾക്ക് 5 രൂപയാണ്. പക്ഷെ ഇന്ന് വന്നപ്പോഴാണ് അറിയുന്നത് നമ്മുടെ ലോവർ മീൻമുട്ടി എല്ലാം അടച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം KSEB ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ മുഴുവനും നിരോധിത മേഖല ആക്കിയിട്ടുണ്ട്. അതാണ് ഞാൻ വീഡിയോയുടെ തുടക്കം പറഞ്ഞത് നമ്മൾ ഇന്ന് പോയ സ്പോട്ട് ഫ്ലോപ്പായി പോയത്. പണ്ട് ഇവിടെയൊക്കെ ഒരുപാട് പാർക്കും കുട്ടികൾക്ക് കളിക്കാനും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ബോട്ടിംഗ് സർവീസ് ഉണ്ടായിരുന്നു. നമുക്ക് ഫ്രണ്ട്സായും ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ ഒരു സ്പോട്ടായിരുന്നു. അങ്ങനെ നിരോധിത മേഖല ആയതുകൊണ്ട് അധിക നേരം നമ്മൾ അവിടെ നിന്നില്ലായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇത് പൗസ് ചെയ്ത് വായിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. KSEB ഈ സ്ഥലം അപ്പോൾ ഇങ്ങോട്ട് അതിക്രമിച്ച് കടന്നാല് പ്രോസിക്യൂട്ട് ചെയ്യപ്പെടും എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അധിക നേരം അവിടെ നിൽക്കാതെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. തിരിച്ച് വന്ന സമയത്ത് ഒരു ചേച്ചിരിയിൽ നിന്ന് ലോട്ടറി എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ഇന്ന് പോയ സ്ഥലം ഫ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു നെടുമ്പങ്ങാട് വരെ നമ്മുടെ സ്പോട്ടിൽ പോയി മോര് കുടിക്കാന്ന് വിചാരിച്ചു. എന്റെ വീഡിയോസ് ആദ്യം തൊട്ടേ കാണുന്നവർക്ക് അറിയാം ഞാൻ എപ്പോ നെടുമ്പങ്ങാട് പോയിട്ട് തിരിച്ചു വരും ഇവിടെ കയറി നല്ല മോര് കുടിക്കാറുണ്ട്. ഇവിടുത്തെ മോരിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല എരിയുള്ള മോരാണ്. നല്ല എരി കൂട്ടി എടുക്കാൻ പറഞ്ഞാൽ ചേട്ടൻ നല്ല മുളകുത്തി കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് മോരടിച്ചു. അങ്ങനെ അതെല്ലാം കുടിച്ച് ഫ്രണ്ടിലോട്ട് പോയിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു സ്പോട്ട് കണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇൻസ്റ്റയിൽ ഇടാൻ വേണ്ടി ഞാൻ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ട്. ആ ചെടിയുടെ താഴെ നമ്മളെ കാറ് കിടക്കുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. ഇതാണ് നമ്മൾ എടുത്ത ഫോട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അരവിന്ദിനെ ഞാൻ തിരിച്ച് ആനപ്പാറ ആക്കിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും കാണുമല്ലേ, എവിടെ വിളിച്ചാലും നോ എന്ന് പറയാത്ത ഒരു ചങ്ക്. എനിക്കും ഉണ്ട് അങ്ങനെ ഒരു ചങ്ക്. എന്റെ ചങ്ക് അരവിന്ദ്. അപ്പൊ നിങ്ങൾക്കും അങ്ങനെ നോ പറയാത്ത ചങ്ക് ഉണ്ടെങ്കിൽ ഇവിടെ മെൻഷൻ ചെയ്യണേ. അങ്ങനെ അരവിന്ദിനെ ആനപ്പാറ ആക്കിയിട്ട് ഞാൻ നേരെ മൈലക്കോണത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടി റിവേഴ്സ് എടുത്താണ് നമ്മൾ ഇടുന്നത്. അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ് അടിക്കാൻ മറക്കല്ലേ.